ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ടുള്ളത് 12:30 1 മണി ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയി മാറ്റുന്നുണ്ട്. AM ആണ് കേട്ടോ, PM അല്ല. അപ്പോൾ എല്ലാവരും റെഡി ആവുന്നത് ഇങ്ങോട്ടേക്കാണ്, ഒരു 4 ബസ്സിലേക്കാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് നമ്മുടെ ബസ് റോഡ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമല്ല കേട്ടോ പോകുന്നു, ഒരു 48 പേരുണ്ട്, കൂടാതെ ഒരു 4 മക്കളും വരുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു പുലർച്ചയ്ക്ക് ബസ് കയറി പിന്നെ നേരെ പോയി ഇറങ്ങുന്നത് ഫസ്റ്റ് അമ്പലത്തിലാണ്, രാമൻ്റെ അമ്പലത്തിലെ തൃപ്രയാർ അമ്പലത്തിലാണ് പോകുന്ന ടൈമിൽ നല്ല തിരക്കാണ് അവിടെ. ഇന്ന ടൈം എന്ന് പറയുന്നത് ഒരു 4:30 ആ ഒരു ടൈമാണ്. പിന്നെ തൃപ്രയാറെത്തി, പിന്നെ ലൈനാണ്. ലൈന് നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തൊരു 4:30 ഒരു 5 മണിക്ക് ഞങ്ങൾ ലൈന് നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയം തീരുന്നതിനനുസരിച്ച് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വരുമ്പോഴും ആ ലൈന അവിടെ സ്തംഭിച്ച് നിൽക്കുന്നത് പോലെയാണ്, കാരണം ഉള്ളിൽ എന്തോ പൂജ നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈന് നിൽക്കല്. പിന്നെ ലൈന് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഇനി കയറാലോ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ലൈൻ അവിടെ പിന്നെ സ്തംഭിച്ചു എന്നുള്ളതാണ്, സ്റ്റോപ്പായി. പിന്നെ ഞങ്ങൾ നിന്ന് വിശന്നപ്പം ലൈനിൽ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഫ്രീ ആയിട്ട് ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും പിന്നെ നല്ല മഴയായി. പിന്നെ ഞങ്ങൾ ലൈന് കുറച്ച് മുന്നോട്ടെത്തി ചായ കുടിച്ചു വന്നപ്പോഴേക്കും. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ലൈന് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലൈന് തീരുന്നത് വരെ എല്ലാവരും പ്രാർത്ഥിച്ച് തീരുന്നവരെ ഉണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ചന്ദനൊക്കെ തൊട്ട് അമ്പലക്ക് എന്തോ പ്രദക്ഷിണം വെച്ചു, വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ പായസം അടുത്ത പ്രസാദങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, ഇങ്ങനെ കുളത്തിലൊക്കെ ഒന്ന് കാതി വരാൻ വേണ്ടി പോയി. പിന്നെ വെടിവഴിപാടുണ്ടായിരുന്നു, പതൊക്കെ പൊട്ടിക്കുന്നത് കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. വിശന്നിട്ട് കുടൽ കരിയുന്നതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ബസ് കയറിയതിന് ശേഷം ഒട്ടുമിക്ക എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഫോണുമായിട്ട് നടക്കുന്നതുകൊണ്ട് വീഡിയോയിൽ പെരന്നാന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിയ ആളുകൾ എണീച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ മക്കളൊക്കെ അല്ലേ, പിന്നെ എന്താ നല്ല രീതിയിൽ ഉറങ്ങുന്നവരുണ്ടായിരുന്നു, ഉറങ്ങാത്തവരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് ഭരതൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ബസ് നേരെ പോയിട്ടുള്ളത്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുള്ളത് ആ ഒരു അമ്പലത്തിലാണ്. ആ ഒരു അമ്പലത്തിൽ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ പോകുന്നത് നേരെ പോയി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി, ഒരു തിരക്കും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. വേഗം പ്രാർത്ഥിച്ചു, വേഗം ഭഗവാനെ കാണാൻ വേണ്ടി പറ്റിയെന്നതാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടേക്ക് ഇറങ്ങിയപ്പം കുറച്ച് മഴ ഉണ്ടായിരുന്നു. കുടയൊക്കെ എടുത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോകുന്നതിനേക്കാൾ മുന്നേ കൂടുതൽ മാണിക്കും ഒരു കുഞ്ഞു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായത്. പിന്നെ അവിടെ എന്ന് പറയാണെങ്കിൽ വലിയൊരു കുളം ഉണ്ടായിരുന്നു, നല്ല അടിപൊളി പ്ലെയിൻ, നല്ല ഏക്കർ കണക്കിന് സ്ഥലമുള്ളത് പോലെ തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ ഒരു കുളം ചുറ്റി പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് സേവാഭാരതിൻ്റെ ഒരു കഞ്ഞിയും അച്ചാറും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു എല്ലാവരും. പിന്നെ എല്ലാവർക്കും വിശപ്പ് കാരണം എന്തായാലും എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുള്ളത് ലക്ഷ്മണൻ അമ്പലത്തിലേക്കാണ്. അവിടെ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് അമ്പലത്തിന് വെച്ച് നോക്കുമ്പം തിരക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ പെട്ടെന്ന് തന്നെ കയറി ഇറങ്ങി. പിന്നെ ഈ ഓടുന്നതെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഉച്ച 12 മണി ആയിട്ടുണ്ടായിരുന്നു. ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു, വിശേഷനായിരുന്നു ടോക്കൺ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഫുഡ് കഞ്ഞിയും അച്ചാറും തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് പായമ്മൽ ശത്രുഘ്നൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പം ലാസ്റ്റ് അമ്പലമാണ് ആ ഒരു അമ്പലം. അവിടെ പോയപ്പോഴും ഫസ്റ്റ് അമ്പലത്തിൽ പോയ പോലത്തെ ഒരു പ്രതീതിയാണ്, കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന ലൈനൊന്നും മതിയായപ്പം കുട്ടികൾ അപ്പുറത്തെ അവിടെ പോയിട്ട് കളിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും അവസാനം ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. പിന്നെ അവരെയും കുളം ഉണ്ടായിരുന്നു, എല്ലാ അമ്പലത്തിലും കുളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ 4 അമ്പലം കഴിഞ്ഞു. പിന്നെ പ്രധാന വെറൈറ്റി DJ വെച്ച് എല്ലാവരും ഡാൻസ് കളിച്ചു. ഇത്രയും നേരം അമ്പലത്തിലാണ് പോകുന്നത്, ഭക്തിഗാനൊക്കെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും DJ വെച്ചപ്പോഴേക്കും എല്ലാവരുടെയും നിറം അങ്ങ് മാറി എന്ന് തന്നെ വേണം പറയാൻ. എല്ലാവരും തുടങ്ങി എല്ലാവരുടെ തനി സ്വരൂപം പുറത്തേക്ക്. പക്ഷേ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ള അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് തൃപ്രയാർ അമ്പലത്തിൽ തന്നെയായിരുന്നു. കാരണം 4 അമ്പലം മുഴുവിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോയ അമ്പലത്തിൽ അവസാനം കൂടെ പോകണം എന്നതാണ്. പിന്നെ ഞങ്ങൾ ബസ് കയറി ഞങ്ങളുടെ ആര്യത്തിമർക്കൽ അവിടെ കണ്ടിന്യൂ ആയി എന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എല്ലാവരും എന്താ പറയുക, ഒരു പ്രശ്നങ്ങളും ഒരു ഇതും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് പോയി. പിന്നെ ഞങ്ങൾ സമയം കിട്ടിയപ്പം ചെറുതായിട്ടൊന്ന് ഗുരുവായൂർ ഇറങ്ങി വരുന്ന വഴിക്ക് ഇങ്ങനെ ഗുരുവായൂർ കണ്ണനെ പോയി കണ്ടു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പോകുമ്പോൾ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്ന് കയറി, പിന്നെ എല്ലാവരും ഒന്ന് തണുത്തുപോയി.
ഗുരുവായൂർ കയറി ഇറങ്ങിയപ്പോഴേക്കും വന്നതിന് ശേഷം എല്ലാവരും തണുത്തു. പിന്നെ എല്ലാവരും ഉറക്കം സ്റ്റാർട്ട് ചെയ്തു എന്നതാണ്. ഉറങ്ങി വീഴുന്നവരുണ്ട്. ഉറക്കെ ഓരോരോ മൂടിൽ ഉറക്കായിരുന്നു. അപ്പം എൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും കടയാക്കാൻ വേണ്ടി ഫോട്ടോസ് എടുക്കുന്നൊരു പരിപാടിയായിരുന്നു. അതിന് അത്യാവശ്യം ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് വേണ്ടാത്തവർ ബസ് തന്നെ ആയിരുന്നു, അല്ലാത്തവരൊക്കെ ഫുഡ് കഴിച്ചു വന്നു. ഫുഡ് കഴിച്ചു വന്നതിന് ശേഷം അത്യാവശ്യം എന്താ പറയുക നമ്മുടെ വീടെത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ആരത്തിമുറുക്കൽ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. വീടെത്താനായി, ട്രിപ്പ് കഴിയാനായി എന്നുള്ളതായിരുന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. എല്ലാവരും ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ബസ് ഫെയറിൻ്റെ സെറ്റിൽമെൻ്റ് ഒക്കെ നടത്തി. പിന്നെ നേരെ എല്ലാവരും സന്തോഷമായിട്ടും എല്ലാവരോടും ജസ്റ്റ് ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ ചോദിച്ചിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.